വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. യെസ് മക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 10ാം ക്ലാസ്സുകാർക്ക് സന്തോഷ വാർത്തയും അതേസമയം 9ാം ക്ലാസ്സുകാർക്ക് സന്തോഷമില്ലാത്ത ഒരു വാർത്തയും കൊണ്ടാണ് ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ആവാൻ വെറും എത്ര മാർക്ക് മതി? 15 മാർക്ക് മതി. 10 മാർക്ക് എവിടെ നിന്ന് കിട്ടും? സി മാർക്ക് കിട്ടും. 5 മാർക്ക് 5 മാർക്ക് എന്താക്കിയാൽ മതി? എഴുതിയെടുത്താൽ മതി. അത് 40 മാർക്കിന്റെ വിഷയത്തിനാണ് കേട്ടോ. അത് 80ലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾ 20 മാർക്ക് നിങ്ങൾക്ക് സി മാർക്ക് കിട്ടും. എത്ര മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മതി? 10 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞ 40 മാർക്ക് കിട്ടുന്ന വിഷയത്തിൽ 5 മാർക്ക് മാത്രം എഴുതിയെടുക്കുക. 10 മാർക്ക് സി മാർക്കും 15 മാർക്ക് കിട്ടിയാൽ ഇവര് പാസ്സാണ്. എന്നാൽ 9ാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വർഷം മുതൽ, അടുത്ത വർഷമല്ല, ഇപ്പം അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിന് ഇങ്ങനെ തന്നെയാണ്. അതായത് എത്ര പണിപാളി 12 മാർക്ക് അവർ എഴുതിയെടുത്താൽ മാത്രമേ 40 മാർക്കിന്റെ എക്സാം പാസ് ആവുള്ളൂ. അതായത് സി മാർക്ക് നിങ്ങൾക്ക് പാസ് ആവാൻ കൺസിഡർ ചെയ്യില്ല. സി മാർക്ക് കിട്ടണമെങ്കിൽ 10 മാർക്ക് എഴുതിയെടുത്താൽ മാർക്ക് മാത്രമല്ലേ സാറേ കിട്ടുള്ളൂ. 2026 27 തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 കുട്ടികൾ 5 മാർക്ക് എഴുതി വാങ്ങിയാൽ 10 മാർക്ക് സി മാർക്ക് കിട്ടും. 15 മാർക്ക് പാസ്. പക്ഷെ അങ്ങനെയല്ല 2027 12 മാർക്ക് അവർ എഴുതി തന്നെ വാങ്ങുമെന്നാണ് പറയുന്നത്. അപ്പം അതൊരു പണിയാണ് അല്ലേ? അതൊരു പണി തന്നെയാണ്. 40ൽ 12 മാർക്ക് എഴുതി വാങ്ങുന്നത്, 40ൽ 5 വാങ്ങുന്നത്, 40ൽ 12 വാങ്ങുന്നത് ഈസിയാണോ? പക്ഷേ പഠന നിലവാരം കൂട്ടുക അത് തന്നെ. അത് ചതി എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കുട്ടികളുടെ മീൻസ് അടുത്ത വർഷത്തെ ഈ വർഷത്തെയും കുട്ടികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ മാത്രമേ നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾ ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ മാർക്ക് വാങ്ങി പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. 12 മാർക്ക് തന്നെ വാങ്ങി പാസ്സാവണം. അങ്ങനെയുള്ള കുട്ടിക്ക് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതി നല്ല നിലയിൽ ശരിക്കും ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സി മാർക്ക് ആയിട്ടുള്ള 10 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരുന്നു ഇവരെ പാസ്സാക്കിയിരുന്നത്. ഇനി മുതൽ സി മാർക്ക് എന്താക്കില്ല, ആഡ് ചെയ്യത്തില്ല. പാസ്സാവാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ്. ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പാസ്സാവാൻ വേണ്ടി സി മാർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം 8ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്നവർക്കും 9ാം ക്ലാസ്സിലെ എക്സാം ഇതേ പോളിസിയാണ്. ഓൾറെഡി ഇതേ പോളിസിയാണ്. അവര് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നമ്മള് ബൈ പറഞ്ഞല്ലോ. ബൈ.